നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹംസത്തുൽ വസ്ല് വഖത്ത്, ഹംസയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹംസ നമുക്കറിയാം, ഹംസ രണ്ട് തരത്തിലുണ്ട്. ഹംസ ഒന്ന് ഖത്ആണ്, അതായത് കൃത്യമായിട്ട് എഴുതുകയും ചെയ്യും വായിക്കുകയും ചെയ്യും. നമുക്ക് എഴുത്തിലും കാണാം പാരായണത്തിലും കാണാം. അതാണ് ഒന്ന് ഖത്അ. അപ്പൊ അത് നമുക്ക് വലിയ പ്രയാസമില്ല, കാരണം കാഴ്ചയിലുണ്ട്. അത് ഫത്ഹയും കസ്രയും ഒക്കെ ഹംസ വ്യത്യസ്ത രീതിയിൽ ഒറ്റയ്ക്കും അലിഫിന്റെ മുകളിലും വാവിന്റെ മുകളിലും യാവിന്റെ മുകളിലും ഒക്കെ ആയിട്ട് വ്യത്യസ്ത രീതിയിൽ ഹംസ വരും. അപ്പോൾ അത് നമുക്ക് അറിയാം. അതിന് പിന്നെ ഹറക്കത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് പ്രയാസമില്ല. പക്ഷെ ഹംസത്തുൽ വസ്ല് എന്ന് പറയുന്നത് ചിലപ്പം ചില ആളുകൾക്ക് ഒരു പ്രയാസം കൂടായികയില്ല. ഹംസത്തുൽ വസ്ല്, കാരണം അവിടെ ഹംസ കാണൂല, പക്ഷെ അതിന് ഹംസന്റെ ഉച്ചാരണം വരും. അപ്പോ അതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ട് ഹംസത്തുൽ വസ്ല് വഖത്ത്. അപ്പോ അത് എങ്ങനെയാന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ് വസ്ലിന്റെ ഒരു അലാമത്ത് ഉണ്ടാവും അവിടെ, ആ കുഞ്ഞു സ്വാദ്, അലിഫിന്റെ മുകളിൽ ഒരു കുഞ്ഞു സ്വാദ് ഉണ്ടാവും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് അതിൽ ആരംഭിക്കുകയാണെങ്കിൽ, ആ ഹംസത്തുൽ വസ്ലിലാണ് നമ്മൾ പാരായണം തുടങ്ങുന്നത് എങ്കിൽ അതിന് ആ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ഉ എന്നീ ശബ്ദങ്ങൾ വരാം. ആ ഇ ഉ എന്തെങ്കിലും ശബ്ദം വരാം. പക്ഷെ ഹംസ നിങ്ങൾ കാണൂല കേട്ടോ. ഹംസ നിങ്ങൾ നോക്കിയാൽ കാണൂല. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഇതാണ് അത്. ഒരിക്കലും ഹംസ എഴുതൂല. ഹംസ ഒരിക്കലും എഴുതൂല. ഹംസത്തുൽ വസ്ലിന്റെ ഹംസനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓക്കെ. പിന്നെ ചേർത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ, അതായത് ഇഹ്ദിന എന്നുള്ളതിന് തൊട്ടപ്പുറത്ത് നസ്തഈനു എന്നുള്ളത് ചേരുമ്പോൾ എന്തായിട്ട് മാറും? ഈ എന്നത് കേൾക്കില്ല. നസ്തഈനു നുഹ്ദിന എന്നായിട്ട് മാറും. അത് കളയപ്പെടും. അതെ, ഹംസ കളയപ്പെടും. തസ്കുത്തായി പോവും, സുക്കൂത്തായി പോവും. അത് സൈലന്റ് ആവുക, കൊഴിഞ്ഞു പോവുക, കളയപ്പെടുക ഒക്കെ പറയും. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹംസത്തു വസ്ല് തന്നെ എന്തുണ്ട്? ഹംസ നമ്മൾ പഠിച്ചു രണ്ടെണ്ണം ഉണ്ട് എന്ന്, ഹംസത്തുൽ വസ്ലും ഖത്ഉം. അതില് പിന്നെ ഹംസത്തുൽ വസ്ല് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയതാണ്. അത് ലാ തുക്തബു അബദൻ, അതായത് ഹംസത്തുൽ വസ്ലിന്റെ ഹംസ ഒരിക്കലും എഴുതൂ. ലാ തുക്തബു അബദൻ, ഹംസത്തുൽ വസ്ലിന്റെ ഹംസ. നൗഷാദ് സാർ കയറിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയങ്കരായ TTQ ഓൺലൈൻ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നമുക്കെല്ലാവർക്കും മേൽ അള്ളാഹു വർഷിക്കട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. ഞാനിവിടെ നാട്ടിലൊരു ക്ലാസ്, ഓൾറെഡി നമ്മളെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞ് നേരെ കയറുകയായിരുന്നു. അപ്പോൾ ഓൺ ചെയ്തപ്പോഴാണ് കുട്ടികളിവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പൊന്ന് ഞാനും ക്ലാസ്സിൽ ഇരിക്കേണ്ട, നിസ്കരിക്കാന്ന് ചോദിച്ചു. അതാ പെർമിഷൻ ഇല്ലാതെ രണ്ടാമത് നിസ്കാരത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് കുറച്ചു സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ഇപ്പോ ഞാൻ സ്ക്രീനിൽ കാണുന്നത് ലാ തുക്തബൻ തുൻതഖ്ബദ് അൻ തസ്കുതു വസ്ലൻ എന്നാണ്. ഈ ഒരു തിയറി ഇതിൽ കണ്ടന്റ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മതി. ലാ തുക്തബു എന്ന് പറഞ്ഞാൽ കതബ യക്തുബു, എഴുതുക. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, അബദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. അപ്പൊ ലാ തുക്തബു അബദൻ, ഒരിക്കലും എഴുതപ്പെടാത്ത ഒരാളാണ്, ഒരക്ഷരമാണ്. എന്നാൽ തുൻതഖു ബദ്അൻ, നതഖ എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ചെയ്തു എന്നാണ്, ഉച്ചരിച്ചു. തുൻതഖു പ്രൊനൗൺസ് ചെയ്യപ്പെടും, ഉച്ചരിക്കപ്പെടും. ബദ്അൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ. സെന്റൻസ് തുടങ്ങുമ്പോൾ, സംസാരം തുടങ്ങുമ്പോൾ പ്രൊനൗൺസ് ചെയ്യപ്പെടുന്ന ആളാണ് ഈ പറയപ്പെട്ട ആള്. എഴുത്തിലുണ്ടാവൂല, പക്ഷെ തുടക്കത്തിൽ ഉച്ചരിക്കപ്പെടും. എന്നാൽ ആ ഉച്ചാരണം തന്നെ തസ്കുതു വസ്ലൻ, മറ്റൊരു പദവുമായി ചേർത്ത് വായിക്കുമ്പോൾ
തസ്കുതു നഷ്ടപ്പെടുകയും ചെയ്യും, കൊഴിഞ്ഞു പോകും, ഇല്ലാതെയാകും. ആ ആളുടെ പേരാണ് തൊട്ട് മുകളിൽ നിങ്ങൾ വായിച്ചതും ഇപ്പൊ ചർച്ച ചെയ്തതും ഹംസത്തുൽ വസ്ല് എന്ന്. ഹംസത്തുൽ വസ്ല് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ 3 പോയിന്റുകളായി എഴുതിയ ആ ഒരു തിയറി നമ്മുടെ തഹജ്ജിയിൽ ഇങ്ങനെയാണ് വരിക: ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ എന്ന്. സിമ്പിൾ ആയിട്ട് ഇതിന്റെ അർത്ഥം കൂടെ അങ്ങ് മനസ്സിലാക്കി കളി. ഹംസത്തു വസ്ലിൻ, അതായത് വസ്ലിന്റെ ഹംസ എന്നാൽ തസ്ഖുതു വസ്ലൻ, ചേർത്ത് വായിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ ശബ്ദമില്ലാതെയാവുന്നതാണ്. നബ്ദഉ ബിഹ, എന്നാൽ അതിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, തുടങ്ങുമ്പോൾ ശബ്ദമുണ്ടാകും. നബ്ദഉ തുടങ്ങുന്നതാണ്, ബിഹ ഹംസ കൊണ്ട്. എങ്ങനെയൊക്കെ തുടങ്ങാം? ചില സന്ദർഭങ്ങളിൽ ആ എന്നായിരിക്കും തുടങ്ങുക, ചില സമയങ്ങളിൽ ഇ എന്നായിരിക്കും, ചില സമയങ്ങളിൽ ഉ എന്നായിരിക്കും. ഇനി നിങ്ങൾ പഴയ ഒരു കാര്യം ഓർത്തു നോക്കൂ. നമ്മൾ TTQ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു പക്ഷേ ഡെമോൺസ്ട്രേഷൻ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ബിസ്മി തഹജ്ജ് ചെയ്തപ്പോ ബ കെസ്ര ബി, സീൻ സുകൂൻ ബിസ്, മീം കെസ്ര മി, ബിസ്മി, ഇസ്മുൽ ജലാലത്തില്ലാഹി, ബിസ്മില്ലാഹി. പിന്നെ പറഞ്ഞത് ഇതാ ഇപ്പോഴാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ എന്ന് പറഞ്ഞു. അവിടെ ആ ആയതുകൊണ്ടാണ്. ഈ ആണെങ്കിൽ നമ്മൾ പറയാ ഇഖ്റ ബിസ്മി എന്നുള്ളതാണെങ്കിൽ നമ്മൾ പറയാ ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ഇ എന്നാണ് പറയാ. ഇങ്ങനെ ഓരോന്നും. ഉ ആണെങ്കിൽ ഉസ്ജുദ് എന്നതാണെങ്കിൽ ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ഉ എന്ന് പറയും. വസ്ലിന്റെ ഹംസ വസ്ല് ചെയ്യുമ്പോൾ, ചേർത്ത് വായിക്കുമ്പോൾ സൈലന്റ് ആകും. എന്നാൽ അതിൽ തുടങ്ങി വായിക്കുമ്പോൾ ആ ഇ ഉ എന്നിങ്ങനെ വായിക്കും, സന്ദർഭോചിതം. ഇനി നോക്കൂ, ഈ പറയുന്ന കൂടെ തന്നെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഹാൻഡ് റൈസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്തു പോകണം. ഈ വസല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വസല എന്ന വാക്കിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും എന്നതുകൊണ്ടാണ് വിശദമായി പോയത്. വസ്ല് എന്നത് എവിടെ നിന്ന് വന്നു? വസല എന്ന് പറഞ്ഞാൽ ചേർത്തു, എത്തി, എത്തിച്ചേർന്നു, ചേർന്നു, ചേർത്തി, ഔസല എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. വസല. അതായത് ഉദാഹരണത്തിന് നമ്മള് ഇപ്പോ ഇസ്മ, ഇസ്മ എന്നത് ഒരു നൗണാണ്. ഇസ്മ പേര്, അല്ലെ? ഇസ്മ, എന്റെ പേര്, മൈ നെയിം ഈസ് ഇസ്മി. അപ്പൊ ഇസ്മ, ഇസ്മ എന്നതിൽ ആദ്യത്തെ അക്ഷരം ഹംസയാണല്ലോ, കേൾക്കുന്നത് ഇ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇസ്മിന്റെ ഹംസ ഹംസത്തു വസ്ലാണ് കേട്ടോ. നമ്മളൊന്ന് പഠിക്കും. ഇസ്മ എന്ന് എഴുതുമ്പോ അലിഫ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഹംസ എഴുതരുത്. നമ്മൾ പറഞ്ഞു ഹംസത്തുൽ വസ്ൽ ഒരിക്കലും എഴുതപ്പെടാൻ പാടില്ല. അപ്പൊ ഈ ഇസ്മ എന്ന് പറയുമ്പോ ഇ എന്ന് എഴുതുന്നില്ല ഹംസ, പക്ഷെ പറയുമ്പോ കേൾക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നബ്ദഉ ബിഹ, അതിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, തുടങ്ങാവുന്നതാണ് ഇ എന്ന്, ആ എന്ന്, ഉ എന്ന്, ഇസ്മ. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പിൽ ഏതെങ്കിലും ഒരു അക്ഷരം ചേർത്ത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഒരു വാക്ക് വസ്ൽ ചെയ്താൽ, ചേർത്ത്, ഉദാഹരണത്തിന് ഇസ്മ എന്നതിന്റെ മുമ്പിൽ ബി ചേർത്താൽ ബി ഇസ്മ എന്ന് വായിക്കില്ല, ബിസ്മില്ലാഹി എന്ന് വായിക്കുന്നത്. അതുകൊണ്ടാ ഇഖ്റ ബി പ്ലസ് ഇസ്മി റബ്ബിക കൂട്ടി വായിക്കുമ്പോൾ, വസ്ല് ചെയ്ത് വായിക്കുമ്പോൾ ബിസ്മി റബ്ബിക എന്നാ വായിക്കുക. ബി പ്ലസ് ഇസ്മ സമം ബിസ്മി, അല്ലെ? ബി പ്ലസ് ഇസ്മി സമം ബിസ്മി. കൂട്ടി വായിക്കുമ്പോൾ തസ്ഖുതു വസ്ലൻ, വസ്ൽ ചെയ്യുമ്പോൾ നഷ്ടപ്പെടും, തസ്ഖുതു. ഇനി അത് കുറെ ഉദാഹരണങ്ങൾ പറയുമ്പോഴാണ് മനസ്സിലാവുക. ഹംസത്തുൽ വസ്ൽ എന്താണെന്ന് മനസ്സിലായോ? ഒരു സംശയം. പൊട്ടത്തരായിരിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സാറല്ല, തരം ഏതോ ആട്ടെ, നിങ്ങൾ ചോദിക്ക്,
ചോദിക്കുന്നത് പൊട്ടത്തിയല്ലല്ലോ, പിന്നെ അപ്പൊ എന്താ? എല്ലാ പിന്നെ ഹംസ, അതായത് തുടക്കത്തിൽ വരുന്ന എല്ലാം ഹംസത്തുൽ വസ്ലായിരിക്കൂലേ? ഇങ്ങനെ അല്ല അല്ല, അല്ല. തുടക്കത്തിൽ വരുന്ന എല്ലോ അഹദ എന്നതിലെ തുടക്കത്തിലെ അക്ഷരം ഹംസ അല്ലേ? അത് ആ ഹംസത്തുൽ ആ വസ്ലല്ല. അത് അപ്പൊ ഹംസ ഇന്ന് എഴുതണം അല്ലേ? അതിന് ഹംസ ഇന്ന് അതാണ് രണ്ട് വിധം ഹംസ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞില്ലേ? ആ ആ. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്അ. അപ്പൊ ഇക്റ എന്നൊക്കെ എഴുതുമ്പോ പിന്നെ ഹംസ ഇടാൻ പാടില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, അതെന്തുകൊണ്ട്? ഹംസത്തുൽ വസ്ല് ആയതുകൊണ്ടാ. അപ്പൊ നമുക്ക് ആ ഇന്ന് പഠിക്കാനുള്ള എന്താണെന്നറിയോ? ഈ ഹംസത്തുൽ വസ്ല് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചു വെക്കുക. അതല്ലാത്തതിനൊക്കെ നമുക്ക് ഹംസ എഴുതാലോ. ആ ആ ഹംസത്തുൽ വസ്ലിന് ഒരിക്കലും ഹംസ എഴുതാൻ പാടില്ല. ആ ആ ആ അവിടെ വായിച്ചു തുടങ്ങുമ്പോൾ ഹംസ ഉച്ചരിക്കാൻ പറ്റും, ആ അല്ലാതെ എഴുതാൻ പാടില്ല. ആ അള്ളാഹു എന്ന് പറയുമ്പോ ആന്ന് കേൾക്കുന്നില്ലേ ഹംസ? ആ പക്ഷെ നമ്മള് എഴുതൂലല്ലോ. പക്ഷെ എഴുതാറില്ല. അലിഫ് അലിഫ് ഉം. മാത്രമേ എഴുതുള്ളൂ. ഹുവ അള്ളാഹു എന്ന് ആരെങ്കിലും ഓതാറുണ്ടോ? ഖുൽ ഹുവ അള്ളാഹു അഹദ് എന്ന്. ഹുവല്ലാഹു. ഹുവ അള്ളാഹു എന്ന് പറയും. എവിടെ പോയി ആ? അതിലേക്ക് ചേർത്ത് പറഞ്ഞില്ലേ, ആ വാവിലേക്ക് ചേർത്തപ്പോ തസ്കുത്തു, കൊഴിഞ്ഞുപോയി. കളഞ്ഞപ്പെട്ട്. ആ ആ, തസ്കുത്തു വസ്ലൻ. എന്നാൽ ഖുൽ ഹുവ അല്ലാഹു അഹദ് എന്നാരോ പറയോ? ഇല്ല, അത് എന്നാണ് ഇല്ല, പറയാ. അപ്പൊ അവിടെ അവിടെ ഹംസ അഹദ് എന്ന് എഴുതും. പറയും. അതെന്തുകൊണ്ടാ? ആ ഹംസ ഹംസത്തുൽ ഖത്അ ആണ്. ഖത്അ എന്ന് ഉം. പറഞ്ഞാൽ കട്ട് ആൻഡ് ട്രൈൻ ആണ്, ഉം. നിർബന്ധമായിട്ടും ഉണ്ടാവുന്നതാണ് ഹംസത്തുൽ ഖത്അ. എന്നാൽ ഹംസത്തുൽ വസ്ൽ എഴുത്തിൽ ഉണ്ടാവില്ല, ഉച്ചാരണത്തിലേ ഉണ്ടാവില്ല. ഉം. ഇനി ഞാൻ മനസ്സിലായി. നിങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ് എളുപ്പമാകാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ഹംസത്തുൽ വസ്ല് ഏതാണെന്ന് തിരിച്ചറിയാൻ ഖുർആനിൽ ഒരു അടയാളം ഇട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് നേരത്തെ പറഞ്ഞു. അത് നിങ്ങളെ മൈൻഡിലുണ്ടോ? ആ, അലിഫിന്റെ മുകളിൽ സ്വാദ് ഉണ്ടാവും. സ്വാദിന്റെ ഒരു കുഞ്ഞി മക്കള്, ഒരു കുഞ്ഞി സ്വാദ് അലിഫിന്റെ മുകളിൽ കണ്ടാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം. ഹംസത്തുൽ വസ്ൽ. യാ, ഹംസത്തുൽ വസ്ലാണ്. പക്ഷെ അത് കണ്ണ് കാണുന്ന നമുക്ക്, അല്ലെങ്കിൽ നോക്കി ഓതുന്ന നമുക്കല്ലേ അത് കാണാൻ പറ്റുള്ളൂ. അതെ അതെ. അതെ, മാത്രമല്ല നമ്മളോടിപ്പോ എഴുതാൻ പറയാന്ന് വിചാരിക്കുക. നമ്മളോടിപ്പോ അള്ളാഹു അഹദ് എന്ന് എഴുതാൻ പറഞ്ഞാല് നമ്മൾ രണ്ട് സ്ഥലത്ത് ഹംസ ഉണ്ട്. അതിൽ ഏതിനൊക്കെ ഹംസ എഴുതാൻ പറ്റൂ, ഏതിന് എഴുതാൻ പറ്റൂല, ഏതാ ഹംസത്ത് വസ്ല്, ഏതാ ഹംസത്ത് ഖത്ത് എന്ന് മനസ്സിലായാലല്ലേ നമുക്ക് എഴുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹു അഹദ് എന്ന് ഡിക്റ്റേഷൻ ഇട്ടാ നമ്മൾ രണ്ട് സ്ഥലത്തും ഹംസ എഴുതിയാ പൊട്ടിപ്പോവും. ഹംസത്തുൽ വസ്ലാണ്, എഴുതാൻ പറ്റൂല, അലിഫ ഇടാൻ പറ്റുള്ളൂ, മുകളിൽ ഒരു സ്വാദ് വേണമെങ്കിൽ ഇടാം. അഹദ് എന്നത് സ്വാദ് ഇട്ടാൻ പറ്റൂല, ഹംസ ഇടണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഈ ഹംസത്തുൽ വസ്ല് വരുന്നത് എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ ഹംസത്തുൽ വസ്ല് ഏതൊക്കെയാണ്. നിങ്ങളിപ്പോ സ്ക്രീനിൽ 4 പോയിന്റ് കാണുന്നുണ്ട്. ഈ 4 പോയിന്റുകളാണ് നമ്മൾ പറയുന്നത്. ഇത് മാത്രമേ ഹംസത്തുൽ വസ്ൽ ഉണ്ടാവും, ഈ 4 എണ്ണത്തിൽ മാത്രം. വേറെ അറബിയിൽ ഒരൊറ്റ വാക്കിലും ഹംസത്തുൽ വസ്ൽ ഉണ്ടാവില്ല. ഈ 4 ഗ്രൂപ്പിൽ മാത്രമേ ഹംസത്തുൽ വസ്ൽ ഉണ്ടാവും. ഒന്നാമത്തെ ഗ്രൂപ്പ് 10 നാമപദങ്ങളാണ്. അറബി ഭാഷയിൽ എണ്ണമറ്റ നാമപദങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് നാമപദങ്ങളുണ്ട്, ഇസ്മുകൾ. ഇസ്മ് എന്ന വാക്കിന്റെ അർത്ഥം നൗണ് എന്നാണ്. നൗണ്, പേര്, നാമം. നാമപദങ്ങൾ എത്ര നാമപദങ്ങളാണ് നമ്മൾ പറയുന്നത്? ഓൺലി 10. അതെ, 10 നാമപദങ്ങൾ. ഈ 10 ഇനി പറയാൻ പോകുന്ന 10 നാമപദങ്ങളുടെയും ഹംസ, അതായത് ഫസ്റ്റ് ലെറ്റർ ഹംസ എന്തായിരിക്കും? ഹംസത്തുൽ വസ്ലായിരിക്കും.
ഹംസത്തുൽ വസ്ലായിരിക്കും. ഇനി ഒരു കാര്യം മനസ്സിലായിക്കൊള്ളിട്ടോ, മെല്ലെ പറയാ, ഹംസത്തുൽ വസ്ല് പദത്തിന്റെ ആദ്യത്തിൽ മാത്രമേ വരുള്ളൂ കേട്ടോ, നടുവിലും ഇടക്കും അവസാനത്തിലും ഒന്നും ഉണ്ടാവൂലേ. ഹംസത്തുൽ വസ്ല് വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് മാത്രമേ വരുള്ളൂ, ഇടയിലുണ്ടാവില്ല. ഇടയിലുള്ള ഹംസ ഒക്കെ ഹംസത്തുൽ ഖത്ത് ആയിരിക്കും. ഹംസത്തുൽ വസ്ലും ഖത്തും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഒന്ന് ഇതാണ്. ഹംസത്തുൽ വസ്ല് തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ, ഹംസത്തുൽ ഖത്ത് തുടക്കത്തിലും അവസാനത്തിലും നടുവിലും എവിടെ ഉണ്ടാവാം. അല്ല ഉസ്താദ് പറഞ്ഞല്ലോ, ഇപ്പൊ കൂട്ടി യോജിക്കുമ്പോ അത് ഡ്രോപ്പ് ആയി ഇടയിൽ വരുമല്ലോ. ആ കൂട്ടി വായിക്കുമ്പോഴല്ലേ, പദത്തിന്റെ ആദ്യത്തിലല്ലേ അത് കൂട്ടി വായിച്ചാലും അല്ലെങ്കിലും. ഒരു വേർഡിന്റെ ബിഗിനിങ്ങിലേ ഉണ്ടാവുള്ളൂ. ഒരു വേർഡിന്റെ, സെന്റൻസിന്റെ അല്ല. സെന്റൻസ് എന്നുള്ള നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ, ഘടനയല്ലേ. ഒരു സെന്റൻസിന്റെ അല്ല, ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടേ വരുള്ളൂ. ഫസ്റ്റ് ലെറ്റർ ആയിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് അല്ലേ. ലെറ്റർ എന്ന് പറയുമ്പോൾ വാക്കിനോടാ ചേർക്കുക, മറ്റത് ഫസ്റ്റ് വേർഡ് ആയിട്ടേ വരുള്ളൂ എന്ന് പറയണം സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ഫസ്റ്റ് ലെറ്റർ ഇല്ല, കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഒന്നും കേട്ടില്ല എന്ന് വിചാരിച്ചോളൂ. പുതുതായിട്ട് പറയാം. ഹംസത്തുൽ വസ്ലും ഖത്ഉം ഒരു വ്യത്യാസം. ഈ വസ്ലിന്റെ ഹംസത്തുൽ വസ്ല് പദത്തിന്റെ ആദ്യത്തിൽ മാത്രമേ വരുള്ളൂ, ഇടയിലും അവസാനത്തിലും ഒന്നും ഉണ്ടാവില്ല. എന്നാൽ അല്ലാത്ത ഹംസ, എഴുതാൻ പാടുള്ള ഹംസത്തുൽ ഖത്ഉ ആദ്യത്തിലും വരാം, നടുക്കും വരാം, അവസാനത്തിലും വരാം. മാഉൻ എന്ന് എഴുതുമ്പോൾ അവസാനത്തിൽ ഹംസയാണ്, അത് ഹംസത്തുൽ ഖത്ഉ ആണ്. സമാ എന്ന് പറയുമ്പോൾ ഹംസയാണ്, അവസാനത്തിലാണ്. എന്നാൽ അമറ അവിടെ ആദ്യത്തിലാണ്, ഹംസത്തുൽ ഖത്ഉ ആണ്. അതേപോലെ പിന്നെ നടുക്ക് വരുന്ന ഏതെങ്കിലും ഒന്ന് വേണേ പറയാലോ, ഏതാ? പിന്നെ എന്താ പറയാ, ഞാൻ പറയൂ, നടുക്ക് വരുന്നു എന്ന് പറയാ, ഇടയിലിടയിൽ. എന്നാൽ ഹംസത്തുൽ വസ്ല് ആദ്യത്തിലേ വരുള്ളൂ. ശരി, അത് ഞാൻ ഇടക്ക് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് എളുപ്പത്തിന്. ഇനി ഈ 10 സ്പെസിഫിക് ആയ നാമപദങ്ങളുണ്ട്. സ്പെസിഫിക് 10 നാമപദങ്ങൾ. ആ 10 എണ്ണത്തിന്റെയും ഫസ്റ്റ് ലെറ്റർ ആയ ഹംസ ഹംസത്തുൽ വസ്ലാണ്. ആ തിയറി അവിടെ എഴുതി കുറിച്ചു വെച്ചോ. ആ 10 എണ്ണം ഏതാന്ന് കാണാതെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 10 പേര് പഠിക്കാൻ എളുപ്പമല്ലേ? നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന 10 അല്ല 100 ആളെ പേര് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അയൽവാസികളെ 10 ആൾക്കൊന്നല്ല, നിങ്ങൾക്ക് 10-25 അയൽവാസികളെ പേരറിയാം. നിങ്ങളെ കുടുംബത്തിലെ എല്ലാരെയും പേര് നിങ്ങൾക്ക് അറിയാം. എന്നാ ഇനി ഒരു 10 ആളെ പേരോട് പഠിച്ചാല് 10 നൗണുകൾ. ഇത് വ്യക്തിനാമങ്ങളല്ല കേട്ടോ, 10 നൗണുകൾ പഠിക്കുക, നാമപദങ്ങൾ. ആ 10 നാമപദത്തിന്റെയും ഹംസ എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കരുത്. ഉത്തരം എല്ലാവരും ഉറക്ക മറുപടി പറയണം. അവൻ എല്ലാം കേൾക്കുന്നവനാണ്, ഞാനല്ല. അള്ളാഹ് കേട്ടോളൂ. എനിക്ക് മാത്രമേ നിങ്ങൾ എല്ലായിടത്തും കേൾക്കാൻ പ്രയാസം ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ പറയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. 10 സ്പെസിഫിക് ആയ നാമപദങ്ങളുടെയും ഹംസ ഏത് ഹംസയാണ്? എല്ലാരും ആയിക്കോട്ടെ, ഓണാക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ശരി, ഹംസത്തുൽ വസ്ലാണ്. ഓണാക്കി ഉടനെ ഓഫാക്കണം. ഹംസത്തുൽ വസ്ലാണ്. ആ 10 നാമപദങ്ങളുടെയും ഹംസത്തുൽ വസ്ല് എഴുതാൻ പാടില്ല, അലിഫ് മാത്രമേ ഇടാൻ പാടുള്ളൂ. വേണമെങ്കിൽ മുകളിൽ ഒരു സൂചനക്ക് വേണ്ടി സ്വാദിന്റെ കുഞ്ഞിമക്കളെ വരച്ചു വെക്കാം. ഓക്കെ, ഇനി 10 എണ്ണം ഏതാണെന്ന് പറയുമ്പോ നമുക്ക് അത് വായിക്കാം. ശരി, ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാ? ഇത് കേട്ട് ഞെട്ടാനോ ഓടാനോ ഒന്നും നിൽക്കണ്ട. അമ്രു സുലാസി എന്ന് പറഞ്ഞാൽ എന്താ? അമ്രു എന്ന് പറഞ്ഞാൽ കൽപ്പന, കൽപ്പനക്രിയ. നമ്മൾ പറയില്ലേ, നീ കുടിക്ക്, നീ തിന്ന്, ഇരുന്നോളൂ, വരൂ, പോകൂ എന്നൊക്കെ പറയില്ലേ, വായിക്ക്
പാരായണം ചെയ്യൂ. ഇതിനാണ് കൽപ്പന എന്ന് പറയാം. സുലാസി എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു നമ്പറാണ്. ഏത് നമ്പറാണെന്ന് അറിയാലോ? സുലാസി എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ? 3. ഓക്കെ, 3. സുലാസി, സലാസ എന്ന് പറഞ്ഞാൽ 3, സുലാസി എന്ന് പറഞ്ഞാൽ 3 ലെറ്റർ വേർഡ്, 3 അക്ഷരമുള്ള വാക്കിനാണ് സുലാസി എന്ന് പറയാ. 3 അക്ഷരം ഉള്ള വാക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പറയാം ഖറഅ 3 അക്ഷരമുള്ള വാക്കാണ്. ഖറഅ. ഇത് വിശദമായിട്ട് വരുന്നുണ്ട്, ഞാൻ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാൻ പറയാം. ഖറഅ 3 അക്ഷരമുള്ള വാക്കാണ്, സുലാസിയായ വാക്കാണ്. വായിച്ചു എന്നാണ് അർത്ഥം. ഇതിന്റെ കൽപ്പന ക്രിയ നീ വായിക്ക്. 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പന ക്രിയയിൽ ആദ്യത്തിൽ പുതിയതായ ഒരു അക്ഷരം വരും, അത് ഹംസത്ത് വസ്ലായിരിക്കും. അപ്പൊ എഴുതുമ്പോ ഖറഅ എന്നുള്ളതിന്റെ മുമ്പിൽ ഒരു സ്വാദിന്റെ മക്കളുള്ള അലിഫ് എഴുതും. ഈ ഖുറ എന്നതിനെ വായിക്കും. നബ്ദഉ ബിഹാ ഇ. അതെങ്ങനെ ഈ ആയതെന്നല്ലേ, അത് നമുക്ക് പിന്നെ പറയാം. എന്തായാലും 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പന ക്രിയയുടെ ഹംസത്ത് വസ്ലായിരിക്കും. പേടിക്കാനൊന്നും 3 അക്ഷരം ഉസ്താദ് പറഞ്ഞത് ഈ വേർഡിന്റെ ഒറിജിനൽ വേർഡ്, അതിന്റെ മസ്തർ അല്ലേ? അതെ. അതിന്റെ ബേസ് അസ്ല്. അതിന്റെ കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോ 4 അക്ഷരമാവും അല്ലേ? 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയ വരുമ്പോ 4 ഉണ്ടാവും. അത് അറബിയിൽ എല്ലോ അങ്ങനെ. 5 എണ്ണത്തിന്റെ കൽപ്പനക്രിയ ഉണ്ടാക്കുമ്പോ 6 എണ്ണം ഉണ്ടാവും. 6 എണ്ണത്തിന്റെ കൽപ്പനക്രിയ എന്നവർ 7 എണ്ണം ഉണ്ടാവും. അതാണ് ആദ്യത്തിൽ വരുന്ന ആളാണ് ആര്? ഹംസത്തുൽ വസ്ൽ. യെസ്. 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയ അതിന്റെ ആദ്യത്തെ അക്ഷരം ഹംസത്തുൽ വസ്ൽ വരും. അപ്പൊ 4 എണ്ണം ആവും. നമ്മൾ പഠിച്ചാൽ മതി. അമ്രു സുലാസി എന്ന് പഠിച്ചു വെക്കുക. ടേം തന്നെ പഠിച്ചു വെക്കുക. അമ്രു സുലാസി 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയയുടെ ആദ്യാക്ഷരമായ ഹംസത്തുൽ വസ്ലായിരിക്കും. ഹംസ എഴുതാൻ പാടില്ല. വേണമെങ്കിൽ അലിഫിന് മുകളിൽ ഒരു സ്വാദിന്റെ കഷ്ണം അടയാളമായി എഴുതാം. ഇനി 3rd ഗ്രൂപ്പ് ഏതാ നോക്കൂ. ഹംസത്തുൽ ഹുമാസി വസ്സുദാസി. പടച്ച റബ്ബേ, എന്താണ് ഈ പറയുന്നത് അല്ലേ? ഹുമാസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട ഒരു നമ്പറാണ്, ഹംസ 5. അതെ. സുദാസി എന്ന് പറഞ്ഞാൽ 6. സാദിസ് 6. സാദിസ്. അപ്പൊ 5 അക്ഷരമുള്ള വാക്കിന്റെ ഹംസയും 6 അക്ഷരമുള്ള വാക്കിന്റെ ഹംസയും സെയിം ഹംസത്തുൽ വസ്ലായിരിക്കും. നേരത്തെ നമ്മൾ 3 അക്ഷരമുള്ള വാക്കിന്റെ ഹംസ എന്നല്ല കേട്ടോ പറഞ്ഞത്. 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയയിലെ ഹംസയാണ് ഹംസത്തുൽ വസ്ലാകുന്നത്. പക്ഷെ 5ഉം 6ഉം അക്ഷരമുള്ള വാക്കിൻ്റെതോ അത് കൽപ്പനക്രിയ ഒന്നും നോക്കണ്ട. 5 അക്ഷരമുള്ള വാക്കാണോ 6 അക്ഷരമുള്ള വാക്കാണോ അതിന്റെ ആദ്യത്തെ അക്ഷരം ഹംസത്തുൽ വസ്ലായിരിക്കും. ഇനി ഈ 2 എണ്ണം ഒന്ന് മായ്ക്കൂ. 2 ബാക്കോട്ട് പോകും. പ്രസന്റേഷൻ 2 എണ്ണം ബാക്കോട്ട്. ഓക്കെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതാ നോക്കൂ. ഹംസത്ത് വസ്ലിന്റെ ടൈപ്സ് ആണ് പറയുന്നത്, ഇനങ്ങൾ. ഏതിലൊക്കെയാണ് ഹംസത്ത് വസ്ൽ ഉണ്ടാകുക. ഒന്നാമത്തത് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒന്ന് കൈയൊന്തിക്കൂ, അല്ലെങ്കിൽ ഒരു ഇമോജി എന്തെങ്കിലും ഇടൂ. മനസ്സിലായവർ, അതായത് 10 നാമപദങ്ങളുടെ ഹംസത്ത് വസ്ലായിരിക്കും. 10 നാമപദം ഏതാണെന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ തന്നെ പറയും എത്ര ആൾക്ക് മനസ്സിലായി എന്നുള്ളതൊന്നും മനസ്സിലാവാനാ. ഓക്കെ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ആകെ ഇതിലുള്ളത് എത്ര ആളാ നോക്കട്ടെ. 37ഉം 40 ചില്ലറ ആളാണുള്ളത്. ഓക്കെ 40 ആളുണ്ട്. അതിൽ ഏതാണ്ട് ഒരു 15, 16, 17 ആരൊക്കെയോ പുറത്ത് ചാടി പോകുന്നുണ്ടല്ലോ. ഓക്കെ
ഓക്കെ, ഏറെക്കുറെ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. ഏതോ അറബിയിലെ ഏതോ ചില 10 നൗണുകളുടെ ഫസ്റ്റ് ലെറ്റർ ഹംസത്ത് വസ്ലായിരിക്കും എന്ന് മനസ്സിലായി. ശരി, ഇനി രണ്ടാമത്തെ നോക്കൂ. 3 ലെറ്റർ വേർഡിന്റെ കൽപ്പനാക്രിയയുടെ ഹംസത്ത് വസ്ലായിരിക്കും. ഉദാഹരണങ്ങൾ വരുമ്പോഴേ അത് എങ്ങനെയാണെന്നൊക്കെ കാണുള്ളൂ. ഈ സംഭവം മനസ്സിലായവര് വരട്ടെ. ഈ എഴുതിയതിന്റെ രണ്ടിന്റെ മീനിങ് ഒന്നും കൂടി ആരെങ്കിലും പറയോ? ഏതിന്റെ മീനിങ്? ഇവിടെ ഈ എഴുതിയതിന്റെ രണ്ടിന്റെ മീനിങ് ഒന്നുകൂടെ പറയണം. ഓക്കെ ഓക്കെ, ആ വലിയ സെന്റൻസ് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ആദ്യത്തെ 2 വാക്കുകൾ മാത്രം നോക്കിയാൽ മതി. ആശറത്തു അസ്മാ, ആശറത്ത് എന്ന് പറഞ്ഞാൽ 10, അസ്മാ എന്ന് പറഞ്ഞാൽ പേരുകൾ. അതായത് അത്ര മതി. അറബിയിലെ ഏതോ 10 പേരുകൾ, നാമപദങ്ങൾ. അതിന്റെ ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുഹ, അവയുടെ ഹംസ, ആ 10 എണ്ണത്തിന്റെ ഹംസ ഹംസത്തുൽ വസ്ലാണ്. രണ്ടാമത്തെ അമ്രു സുലാസി, അതുപോലെ തന്നെ സുലാസിയായ വാക്കിന്റെ കൽപ്പനക്രിയ. ഹംസത്തുഹു, അതിന്റെ ഹംസയും ഹംസത്തുൽ വസ്ല് ആണ്. ശരിയാണ്. മൂന്നാമത്തെ ടീം ഏതാ? 5 അക്ഷരമുള്ള വാക്കിന്റെ ഹംസ ഉമാസിയുടെ. സുദാസി 6 അക്ഷരമുള്ള വാക്കിന്റെ ഹംസത്തുൽ വസ്ലാണ്. ഇതൊക്കെ ഉദാഹരണം കാണുമ്പോൾ മനസ്സിലാവും. ഓ, അപ്പൊ റുബായി ആയിട്ടുള്ളത് അവിടെ പറയുന്നില്ല. നല്ല ചോദ്യാണ്. അൽഹംദുലില്ലാ. അപ്പൊ റുബായി എന്താ വിട്ടുപോയത്? റുബായിന്റെ ഹംസത്ത് വസ്ൽ അല്ലാത്തത് കൊണ്ട്. നമ്മളിപ്പോ ഹംസത്ത് വസ്ലിന്റെ ടൈപ്പ് മാത്രല്ലേ പറയുന്നുള്ളൂ. ഈ റുബായിലുള്ള ഹംസത്ത് വസ്ൽ അല്ല, അത് ഹംസത്തുൽ ഖത്അ ആണ് കേട്ടോ. ഇതിൽ വരുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. ഇനി 4ാമത്തെ ടീം നോക്കൂ. ഇത് നിങ്ങൾ ഇന്നലെ പഠിച്ചൊരു പേരാ, ലാമു താരീഫ്. പഠിച്ചില്ലേ നിങ്ങൾ ലാമു താരീഫ്? പഠിച്ചിട്ടുണ്ട്. ലാമു താരീഫ് എന്ന് പറഞ്ഞാൽ 2 അക്ഷര. അൽ എന്ന ലാമിന്റെ പേരാണ് ലാമു താരീഫ്. നമ്മൾ ഇംഗ്ലീഷിൽ ദി ബുക്ക് എന്നൊക്കെ പറയാൻ THE ഉപയോഗിക്കലുണ്ട്. അതിന്റെ റോള് എടുക്കുന്ന ആളാണ് അറബിയിലെ അൽ എന്നതിന്റെ ആദ്യത്തെ അക്ഷരം, ലാമു താരീഫിലെ ആദ്യത്തെ അക്ഷരം ഹംസയാണ്. അത് ഹംസത്തു വസ്ലാണ്. ലാമു താരീഫ് ഹംസത്തുഹ, അതിന്റെ ഹംസയും ഹംസത്തുൽ വസ്ലാണ്. അപ്പൊ ഹംസത്തുൽ വസ്ല് വരുന്നത് എവിടെയൊക്കെയാണ്, ഏതിലൊക്കെയാണ്? 10 നാമപദങ്ങളുടെ ഹംസ, 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയയുടെ ഹംസ, 5-6 അക്ഷരമുള്ള വാക്കിന്റെ ഹംസ, ലാമു താരീഫിന്റെ ഹംസ. ഇതൊക്കെ എഴുതുമ്പോ നമുക്ക് ഡിക്റ്റേഷൻ വരുമ്പോ ഈ വാക്കുകളൊക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹംസ എഴുതാതെ അലിഫ് മാത്രം ഇട്ടാൽ മതി. തുടക്കത്തിലെ പ്രൊണൗൺസ് ചെയ്യാൻ പാടുള്ളൂ, ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാവരുത് ശബ്ദം. എന്നൊക്കെ പറയുമ്പോ ഈ വാക്കിന്റെ മതിയായ രൂപം. ഓക്കെ, എങ്ങനെ രൂപം പറയുമ്പോൾ ഇൻകലബ എന്ന് പറഞ്ഞ വാക്കിന്റെ
മാത്രം അല്ലെ? ക്ലിയർ ആയില്ല, ഒന്ന് പറയാം. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കുമാസി സുദാസിയിൽ ഉദാഹരണം ഇൻകലബ, ആ അപ്പൊ ആ വാക്കിന്റെ ഈ മാളി രൂപത്തിൽ മാത്രമേ ഇപ്പൊ അത് വരുന്നത്, അത് അതിന്റെ മൊബൈലിലോ വാക്കിലോ മാളിയിൽ വരും, മസ്ദറിൽ വരും, ഓക്കെ ഓക്കെ മസ്ദറിലൊക്കെ വരും. മസ്ദറൊക്കെ വരുമ്പോ ഒരക്ഷരം അദ്യം ഉണ്ടാവും. അതെ അതെ അതെ. അത് നോക്കണ്ട, മസ്ദറിലൊക്കെ വരും. മാളിയിൽ മാത്രമല്ല വരാം, മസ്ദറിലും വരും, മാളിയിലും വരും, അമ്രിലും വരും, മസ്ദറിലും വരും. അത് നമ്മൾ പറഞ്ഞു വരാൻ ബുദ്ധിമുട്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാ. അപ്പൊ 5 അക്ഷരമുള്ള വാക്കാണോ എല്ലാ രൂപത്തിലും, അതിന്റെ എല്ലാത്തിലും വരും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ 4 ഉണ്ടല്ലോ, നമ്മളിപ്പോ പറഞ്ഞ 4 ടൈപ്പ്, 4 ഗ്രൂപ്പ്. ആ 4 ഗ്രൂപ്പിൽ നിങ്ങൾ നോക്ക്, അറബിയിലെ ഫേലുകളും വന്നു, ഇസ്മുകളും വന്നു, ഹർഫുകളും വന്നു കേട്ടോ. അത് നല്ലൊരു രസമുള്ള സംഭവമാണ്, ഓർത്തു വെക്കാൻ വേണ്ടി അതും കൂടെ പറയാം. ഈ കൂട്ടത്തില് 10 നാമപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതില് കാണുന്ന ഇസ്മുകളാണ്. ഇസ്മുകള് എന്ന് പറഞ്ഞാൽ അറിയാലോ, നാമം, പേര്. ഓക്കെ, ഇത് വേണമെന്നില്ല, അടുത്തതിൽ പോവാം. ഇവിടെ 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പന ക്രിയ, 5 അക്ഷരമുള്ള വാക്ക്, 6 അക്ഷരമുള്ള വാക്ക്, ഇതൊക്കെ ഫേലുകളാണ്. അഫ്ആൽ ഫേലുകളാണ്, അതായത് ക്രിയാപദങ്ങളാണ്, വെർബുകളാണ്, ക്രിയാപദങ്ങൾ. ഓട്ടെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് പോകാൻ വേണ്ടി മാത്രം പറയാം. നിങ്ങൾ ഇന്ന് മനസ്സിലായില്ലെങ്കിലും അവരുടെ നമ്മളെ പാരായണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും വരുന്നില്ല. അത് ഗ്രാമറുമായി ഭാഷാ പഠനത്തിൽ ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ നമ്മൾ അറിയാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. ഇനി ലാമു താരിഫ് എന്ന് പറഞ്ഞാലോ, ഓക്കെ, 10 നാമങ്ങൾ എന്ന് പറഞ്ഞാല് ഇസ്മാണ്, നൗണുകളാണ്. പിന്നെ ലാമു താരിഫ് ഏതിലാ വരിക? ഹർഫിലാ വരിക. അപ്പൊ ഭാഷയിൽ എപ്പോഴും ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 സാധനങ്ങളാണ് ഉണ്ടാകുക. ഒന്നുകിൽ ഇസ്മായിരിക്കും, ഏതൊരു സെന്റൻസ് എടുത്തു നോക്കിയാലും അതിൽ ഓരോ വാക്കുകളെയും പരിശോധിച്ചാൽ ഒന്നുകിൽ ആ വാക്ക് ഇസ്മായിരിക്കും, അതായത് ഒരു നൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ആ വാക്ക് വെർബായിരിക്കും, അഥവാ ഒരു ക്രിയയായിരിക്കും, അല്ലെങ്കിൽ ആ വാക്ക് ഒരു കൺജങ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലെറ്റർ ആയിരിക്കും, ഹർഫായിരിക്കും. ഇതിൽ അൽ എന്നതൊരു കൺജങ്ഷൻ ആണ്. അതിൽ ഹംസ, ഈ കൺജങ്ഷന്റെ കൂട്ടത്തിൽ അറബിയിൽ അല്ലിൽ മാത്രമേ ഹംസത്ത് വസ്ലുള്ളൂ. ഫേലിന്റെ കൂട്ടത്തിൽ ഹംസത്ത് വസ്ൽ വരുന്നത് ആകെ 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനയിലും 5, 6 അക്ഷരമുള്ള വാക്കിലും മാത്രമേ ഉള്ളൂ. ഇനി ഇസ്മിൽ വരുന്ന ഹംസത്ത് വസ്ൽ 10 എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ആയിരക്കണക്കിന് ഇസ്മുകൾ അറബിയിലുണ്ട്, അതിലൊന്നും ഹംസത്ത് വസ്ലില്ല, 10 എണ്ണത്തിലേ ഉള്ളൂ. ഇനി അതിലേക്ക് വരാം. ആ 10 എണ്ണാണ്ട് പഠിച്ചു വെച്ചോളി, സിമ്പിൾ. ഇത് കാണാതെ പഠിക്കേണ്ടതാട്ടോ ഈ 10 എണ്ണം. ഇസ്മ, ഇസ്ത്, ഇസ്നാനി, ഇസ്നത്താനി, 4 എണ്ണായേ. ഇനി ഇബ്ന്, ഇബ്നത്ത്, 6 ഇമ്രു, ഇമ്രഅത്ത്, 8 ഐമുല്ല, ഐമുനുള്ള, 10 ഏതൊക്കെ 10 കണ്ടു വെച്ചോളൂ. ഒന്നും കൂടെ, ഇസ്മ, ഇസ്ത് ഒരു ഗ്രൂപ്പാണ്, രണ്ടും ഒരുപോലെ തന്നെ പറയാൻ എളുപ്പം, ഓർത്തു വെക്കാൻ. ഇസ്മ, ഇസ്ത്. ഇസ്നാനി, ഇസ്നത്താനി. ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2 എന്നാട്ടോ അർത്ഥം. 2 അതിന്റെ സ്ത്രീലിംഗം ഇസ്നത്താനി. ഈ 2 വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഹംസ ആണല്ലോ, 2 ഹംസത്ത് വസ്ല. അതുകൊണ്ടാണ് അവിടെ സ്വാദിന്റെ കഷ്ണം കൊടുത്ത് ഹംസ എഴുതാത്തത്. ഇബ്ന്, ഇബ്നത്ത്, മോന്, മോള്. ഇബ്ന് എന്ന് പറഞ്ഞാൽ മോന്, ഇബ്നത്ത് എന്ന് പറഞ്ഞാൽ മോള്. ഈ 2ന്റെയും ആദ്യത്തെ അക്ഷരം ഹംസത്ത് വസ്ല, എഴുതാൻ പാടില്ല. ഹംസ എഴുതരുത്, അലിഫ് എഴുതാം. ഇനി ഇമ്രു, ഇമ്രഅത്ത്. സ്ത്രീലിംഗാണ് ഇബ്നത്ത്. ഇബ്ന് മോന്, ഇബ്നത്ത് മോള്. പിന്നെ ഇമ്രു, ഇമ്രഅത്ത്. ഇമ്രു എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം, മനുഷ്യൻ എന്ന് നമ്മൾ പറയാറുള്ളത് വാക്ക്. ഖുർആനിലെ ഇമ്രു എന്നും ഇമ്രിഇൻ എന്നും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ആ വാക്കാണ്. ഇനി അതിന്റെ സ്ത്രീലിംഗാണ് ഇമ്രഅത്ത്. ഇമ്രഅത്ത് പെണ്ണ്. നമ്മള് പിന്നെ
നമ്മുടെ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് പറഞ്ഞിട്ട് വംറഅതുഹു എന്ന് പറഞ്ഞില്ലേ, മൂപ്പര പെണ്ണുങ്ങളും. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പറയുമ്പോഴാണെങ്കിൽ മൂപ്പര് മൂപ്പത്തി എന്നൊക്കെ പറയാം, ഇമ്രു ഇമ്രഅത്ത്. ഓക്കെ. അല്ലെങ്കിൽ മനുഷ്യന് മനുഷ്യത്തി എന്നൊക്കെ പറയാം. അങ്ങനെ പ്രയോഗം ഇല്ല കേട്ടോ മലയാളത്തില്. യെസ്. ഇനി പത്താമത്തത്, അതായത് അഞ്ചാമത്തെ ജോഡി, ഐമുള്ള ഐമുനുള്ള, രണ്ടിന്റെ അർത്ഥവും അള്ളാഹു ആണേ സത്യം എന്നാണ്. അള്ളാഹു ആണേ സത്യം. ഇതില് 3 എണ്ണം ഖുർആനിൽ വന്നില്ല. ഇസ്ത് വന്നില്ല, ഐമുള്ള വന്നില്ല, ഐമുനുള്ള വന്നില്ല. ബാക്കി എല്ലാം ഖുർആനിൽ വന്നിട്ടുണ്ട്. എല്ലാം ഈ എന്നാണ് തുടങ്ങുന്നത്. ഐമുള്ള ഐമുനുള്ള ഒഴികെ ബാക്കി എല്ലാം നബ്ദൗ ബിഹ ഇ ആണ്. ഇപ്പൊ ഇസ്മ എന്നുള്ളത് തഹജി ആണെങ്കിൽ ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദൗ ബിഹ ഇ. ഇസ്ത് ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദൗ ബിഹ ഇ. ഇസ്നാനി ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ നബ്ദൗ ബിഹ ഇ. എല്ലാം ഈ ആണ്. ഐമുള്ള ഐമുള്ള ഒഴികെ. അത് ഖുർആൻ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ തഹജി നിങ്ങൾ പഠിച്ചടങ്ങാറാണ്ട. ഈ 10 എണ്ണത്തിൽ എന്താ കൺഫ്യൂഷൻ ഉണ്ടോ? അല്ല ഉസ്താദ്, ഈ ഇസ്ത് എന്നുള്ള ഉപയോഗിക്കാറുണ്ടോ വേർഡ് ഇസ്ത്? ഇസ്ത് ഖുർആനിലില്ല. അതാ ഞാൻ പറഞ്ഞ 3 എണ്ണം ഖുർആനിലില്ല. ഇസ്ത് അറബി ഭാഷയിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ കേൾക്കാറില്ലല്ലോ. അങ്ങനെ ഉണ്ടോ? കേൾക്കാറില്ല. പക്ഷെ ഇസ്ത് എന്ന വാക്കിന്റെ അർത്ഥം ഇപ്പൊ അതിന്റെ മോൻ ഉസ്താദ് പറയുന്നത് ഈ ഇസ്മിന്റെ മുഅന്നസ് ആണ്. അല്ലല്ല, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇസ്നാനിന്റെ മുഅന്നസ് ആണ് ഇസ്നത്താനി, ഇബ്നിന്റെ മുഅന്നസ് ആണ് ഇബ്നത്ത്, ഇമ്രുവിന്റെ മുഅന്നസ് ആണ് ഇമ്രഅത്ത്. പക്ഷെ ഇസ്മിന്റെ മുഅന്നസ് അല്ല ഇസ്ത്. പേര് ഇസ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ പൃഷ്ഠഭാഗം. ലസ്തു എന്നൊക്കെ പറഞ്ഞത് അത് ആ വേർഡല്ലല്ലോ അല്ലെ? ഏത് അലസ്തു അലസ്തു എന്നൊക്കെ പറഞ്ഞ ആ ലാമ് അലസ്തു എന്ന് പറഞ്ഞാൽ ലസ്തു ഞാൻ അല്ലയോ എന്നാണ് അർത്ഥം. അത് ഈ ഇസ്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ത് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നിങ്ങൾ സ്കൂളിൽ പോണ കാലത്ത് നിങ്ങൾക്ക് അടി കിട്ടിയത് കൂടുതലും എവിടെയാ? ചിലർക്ക് കയ്യിലായിരിക്കും കിട്ടിയത്, ചിലർക്ക് വേറൊരു സ്ഥലത്ത് കിട്ടലുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാ ഇസ്ത്. അപ്പൊ മനസ്സിലായോ? അതിനാണ് നമ്മള് ഇരിക്കല് ഇസ്ത് കുത്തിയാണ് ഇരിക്കുക. അതുപോലെ ചിലപ്പം പറയും, നമ്മൾ കുട്ടികളൊക്കെ പണ്ട് ഇങ്ങനെ കളിയാക്കി പറയാറുണ്ടായിരുന്നു, ഇസ്ത് കുത്തി വീണെന്ന്. അതിനാണ്. ഒരു ഇസ്ത് വെക്കാൻ സ്ഥലം തരുമോ എന്നൊക്കെ ചോദിക്കലുണ്ട് ചിലപ്പോ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ചന്തക്ക് വള്ളി ഇട്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അന്നേരം ചിന്താന്ന് വായിക്കരുത്, ചാക്കല്ല. യെസ്, അതിനാണ് ഇസ്ത് എന്ന് പറയാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെങ്കിലും ഒരു ഇമോജി വന്നോട്ടെ. ഇസ്തിന്റെ അർത്ഥം തിരിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഓൺലൈനിലായതുകൊണ്ട് അതിന്റെ മലയാളം പറഞ്ഞാലേ അത് മാത്രം ഇടണമെന്ന് വിചാരിച്ചിട്ടാ. എല്ലാവർക്കും മനസ്സിലായി. മതി. ശരി, അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുമില്ല, വടി എടുത്തിട്ട് ഇസ്തിന് അടിയിട്ടു, അത്ര തന്നെ. ശരി, അപ്പോ ഈ ഐമുനുള്ള രണ്ടും സെയിം മീനിങ് ആണ്. നമ്മൾ വല്ലാഹി എന്ന് പറയില്ലേ, വല്ലാഹി അള്ളാഹു ആണേ സത്യം. അതെവിടെ ഉപയോഗിക്കാൻ കേട്ടിട്ടില്ല. ഇല്ല, ഖുർആനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കാത്തത്. അത് സാധാരണ രീതിയിൽ അങ്ങനെ യൂസ് ചെയ്ത് പോരാറില്ല, അതുകൊണ്ട് നമ്മൾ കേൾക്കാത്തത് കേട്ടോ. അപ്പൊ ഐമുള്ള ഇസ്മ ഇസ്ത് ഒന്ന് 10 എണ്ണം പറഞ്ഞു നോക്കി. എല്ലാവരും മനസ്സിലിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞു നോക്കി. ഇസ്മ ഇസ്ത് ഇസ്നാനി ഇസ്നാൻ ഇസ്നത്താനി ഇബ്ന് ഇബ്നത്ത് ഇമ്രു ഇമ്രഅത്ത് ഐമുള്ള ഐമുനുള്ള. ഈ 10 എണ്ണവും എന്തിനാ അപ്പൊ പഠിച്ച ചങ്ങായിമാരെ പറയും? ഒരാള് പറയും, ഇതെന്തിനാ ഈ 10 എണ്ണം പറഞ്ഞത്? ഈ 10 എണ്ണത്തിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ കണ്ടോ? എന്താ എഴുതിയത്? അലിഫാണ് എഴുതിയത് അല്ലേ? അലിഫേ ഉള്ളൂ. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളാണ് ആര്? അതെ, ഹംസത്തുൽ വസ്ൽ. നമ്മളിപ്പോ വായിക്കുമ്പോ ഈ എന്ന് കേൾക്കുന്നുണ്ട് അല്ലേ ഹംസ? പക്ഷേ
ഇബ്നും ഇബ്നത്തും ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. അവിടെ ഒരാള് തസ്കുത്തു. ഒന്ന് കൂട്ടി വായിക്കുക ഒരാള്. മുഹമ്മദ് ബിൻ. യെസ് വെരി ഗുഡ്. ഇബ്നി ഇബ്നത്ത്, ഇബ്ന് ഇബ്നത്ത് എന്ന് പറയില്ല, ഇബ്നി ഇബ്നത്ത്. ഇബ്നുൻ വബ്നത്തുൻ. ലീ എനിക്കുണ്ട്, അല്ലെ? ലീ എനിക്കുണ്ട്. ഞാൻ അവിടെ നിർത്തി. ഇനി ആരൊക്കെയാന്ന് പറയാ? ഒരു മോനും ഒരു മോളും. ഇബ്നുൻ വബ്നത്തുൻ, ഇബ്നുൻ വബ്നത്തുൻ, അല്ലാതെ ഇബ്നുൻ വ ഇബ്നത്തുൻ എന്ന് പറയരുത്. ഇബ്നുൻ വബ്നത്തുൻ, രണ്ട് മക്കളാണെങ്കിൽ ഇബ്നുൻ വബ്നതാനി എന്ന് പറയും. ഓക്കെ. നിന്റെ പേരെന്താണ്? എന്ത് എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? എന്ത് എന്നുള്ളതിന് എന്താ പറയാ? പേരിനെന്താ പറയാ? നിന്റെ എന്നുള്ളതിന് എന്താ കൊടുക്കുക? അപ്പൊ മാ ഇസ്മുക്ക എന്ന് ചോദിച്ചാൽ ഭാഷാപരമായി വായനാപരമായി തെറ്റാണ്. മസ്മുക്ക. എവിടെ പോയി മസ്മുക്കയില് ഇസ്മിന്റെ ഈ വെരി ഗുഡ്. വസ്ല് ചെയ്തതുകൊണ്ട് തസ്കുത്താണ്. ഇനി നിങ്ങൾക്ക് ബാക്കിയൊക്കെ എളുപ്പം. ഈ സംഗതി കിട്ടിയെങ്കിൽ, ഡിഫറൻസ് കിട്ടിയെങ്കിൽ ഓഫാക്കോ. ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാഇ. നോക്കൂ, ഇവിടെ ഇസ്മ എന്ന് ഈ ആയത്തിൽ വരുന്നത് സൂറത്ത് ഹുജുറാത്തിലെ 11-ാമത്തെ ആയത്താ. 49-ാം അധ്യായം ഹുജുറാത്തിലെ 11-ാമത്തെ ആയത്തിൽ എവിടെയോ കാണുന്നുണ്ടോ നോക്കൂ. അൽ പ്ലസ് ഇസ്മ, അൽ പ്ലസ് ഇസ്മ. എങ്ങനെ വായിക്കണം? അലിസ്മ. അൽ പ്ലസ് ഇസ്മ സമം അലിസ്മ. താഴ്ത്തിട്ടൂടെ? എന്നാ വേഗം മനസ്സിലാവും. അത് ഈന്ന് വായിക്കാൻ മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. മറ്റത് എല്ലാം മേലാവുമ്പോ പെട്ടത് ആസ്മെന്ന് പറയാനാണ് എളുപ്പം. എന്താ അത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചെക്കണം കേട്ടോ. അത് അതിന്റെ ഇതിങ്ങനെ ഓർത്താ മതിയേ. 10 നാമപദങ്ങളിലെ ഹംസത്തുൽ വസ്ലുകളൊക്കെയും ഈ എന്നാണ് തുടങ്ങുന്നത് എന്ന് ഓൾറെഡി പഠിച്ചേക്ക. 2 ഒഴികെ. ആ 2 ഖുർആൻ ഇല്ലാത്തതുകൊണ്ടാണ് ഒക്കാന്ന് ഞാൻ പറഞ്ഞത്. ഐമുള്ള മാത്രമേ നബ്ദഉ ബിഹാ ആളുള്ളൂ. ബാക്കിയൊക്കെ ഈയാ. ഓർത്ത് വെച്ചോളി. ഇസ്മിലുള്ള ഹംസത്തുൽ വസ്ലൊക്കെയും ഈ ആണ് ഖുർആനിൽ എന്ന് ഓർത്ത് വെക്കുക. ഇവിടെ എങ്ങനെ ഓതുക? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറാ അസാ അൻ യകൂനൂ മിൻ നിസാ ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب. ബിഅ്സൽ ഇസ്മു എന്നല്ല, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇസ്മ ബിഅ്സൽ ഇസ്മ എന്ന് വായിക്കാതെ ബിഅ്സലി എന്നാക്കുക. ലാമിന് കസ്ർ കൊടുക്കുക. ലാമിന് കസ്ർ കൊടുക്കുക. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഈ എന്ന് പറയാൻ പറ്റൂല. ഇസ്മിന്റെ ഹംസയോട് അൽ ചേർന്നു. അപ്പോ അൽ ഇസ്മ എന്ന് പറയാതെ അലിസ്മ എന്ന് പറയാ. അലിസ്മ, ALISMU, അലിസ്മു, അലിസ്മു. എന്നാൽ അൽ ഈമാൻ എന്നുള്ളിടത്ത് നോക്കൂ, അലീമാൻ അല്ല, അൽ ഈമാന.
കാരണം ഈമാൻ എന്നുള്ള വാക്ക് 10 നാമങ്ങളിലില്ല. ഇസ്മു എന്നത് 10 എണ്ണത്തിൽ ഒന്നാ. മനസ്സിലായോ? ബീസൽ ഇസ്മു എന്ന് ഓതരുത്, ബീസൽ ഇസ്മു എന്ന് ഓതണം അല്ലേ? ബിസലി എന്നാക്കണം. ബിസലി, അബ്ദുൽ അലി എന്നൊക്കെ പറയണ പോലെ ബിസലി, മുഹമ്മദ് അലി, ബിസലി. മനസ്സിലാകാനാണ് ഈ ട്രിക്ക് ഉപയോഗിക്കുന്നത്. ബിസലി കോമൺ മിസ്റ്റേക്ക് ആണ് ഇത്. നിങ്ങള് വെറുതെ സുഹൃത്തുക്കളോട് ഈ ആയത്തൊന്ന് ഓതാൻ പറഞ്ഞുകൊണ്ടു. എന്തായാലും ഒട്ടുമുട്ടുംകാർ ആൾക്കാർ ഓതുക എങ്ങനെയായിരിക്കും? ബിസൽ ഇസ്മുൽ ഫുസൂഖ് എന്നായിരിക്കും. അതെ അതെ. അതെ, കണ്ടോ, ഞാൻ പറയാതെ പെട്ടെന്ന് മനസ്സിലായ സന്തോഷത്തിനാ. ഓക്കെ, ബിസലിസ്മു എന്നാ വേണ്ട കേട്ടോ. ഇവിടെ വേറെ ഒരാളും കൂടി ഇല്ലേ ഹംസത്ത് വസ്ല്? വെരി ഗുഡ്, ബാറകല്ലാഹു ഫീക്കും. ലാമുത്താരിഫിന്റെ ഹംസ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാ ബിസ കഴിഞ്ഞിട്ട് നേരെ ലാമിൽക്ക് പോയത്. അൽ എന്നുള്ള ആയും പോയി. നമ്മൾ ഇനി അടുത്തല് വരും. അൽ എന്നുള്ള ആ പോയത് എന്തുകൊണ്ടാ? ഹംസത്ത് വസ്ലായതുകൊണ്ട്. ലാമുത്താരിഫിന്റെ ഹംസ ഹംസത്ത് വസ്ലല്ലേ? ബിസ അലിസ്മു എന്ന് വായിച്ചിട്ടില്ല, ബിസലിസ്മു എന്നാ വായിച്ചത്. ബിസ അലിസ്മു എന്ന് വായിച്ചില്ല. 2 ഹംസകൾ ഇവിടെ സൈലന്റ് ആയി പോയിട്ടുണ്ട്. ഒന്ന് ലാമുത്താരിഫിന്റെ ഹംസ, 2 ഇസ്മിന്റെ ഹംസ. ക്ലിയർ അല്ലേ? ആണോ? ഒരു സംശയം ചോദിച്ചാ, അപ്പൊ ഇവിടെ ബിസലിസ്മൂന്ന് നമ്മൾക്ക് എഴുതിയിട്ട് കാണുമ്പോ ഇത് ഒരു പദം പോലെയാ തോന്നുന്നത്. പക്ഷെ ഇത് അല്ലും ഇസ്മും 2 പദങ്ങൾ ഉണ്ടല്ലോ ഇവിടെ. തീർച്ചയായിട്ടും അൽ പ്ലസ് ഇസ്മ. ഓക്കെ. അൽ പ്ലസ് ഈമാൻ. കമരിയയിൽ പെട്ടല്ലേ സാർ? ഇത് ഖമരിയപ്പെട്ടതാണ്. നമ്മൾ പറയും നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചാണല്ലോ അല്ലെ? ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. ഖമരിയപ്പെട്ടതാണ്. അത് നമുക്ക് ലാമുത്താരിഫിൽ ഇപ്പൊ വരുമല്ലോ. ഈ 10 എണ്ണം കഴിഞ്ഞാൽ ലാമുത്താരിഫ് കയറൂലേ? വേഗം പോവാ. വിശക്കുന്നു. വിശന്നാ പിന്നെ എല്ലാം തസ്കുത്ത് വസലനായി പോകും. ഇവിടെ കണ്ടോ ഇസ്ലാനി? അവിടെ തഹജി പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. അതെ, ഇസ്നാനി നോക്കൂ. ഇസ്നാനി മറ്റേ അൽ ഇസ്മിന്റെ തഹജിപ്പം വേണ്ട, അത് പിന്നെ മൊത്തം അവസാനം പറയാം. ഇനി ഇസ്മ നിങ്ങൾ വേറെ ഏതെങ്കിലും ഉദാഹരണം പറയോ? നിങ്ങൾ എന്നാലും ഒരാൾ ഇതുവരെ പറയാത്ത ഒരാൾ പറയും. സംസാരിക്കാത്ത ആളല്ല, ഇതുവരെ സംസാരിക്കാത്ത ഒരാൾ പറയും. ഇസ്മിന് വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ? എന്താണ് പടച്ചറബേ, വൽ അർളോ. അർള് എന്നത് ഇസ്മാണെങ്കിലും 10 ഇസ്മ പെട്ടതാണോ അർള്? സോറി, അർളിന്റെ ഹംസ ഹംസത്ത് കത്ത് കേട്ടാ. അർള് 10 എണ്ണത്തിൽ പെട്ടല്ല, ഈ പേരാണല്ലോ, അതുകൊണ്ടത് തെറ്റെല്ലാവർക്കും. വേറെ പറയും. ഞാൻ പറഞ്ഞതേ തൊട്ട് മുകളിൽ ആദ്യം പറഞ്ഞില്ലേ, 10 നാമപദങ്ങളിൽ ഒന്നാമത്തെ നാമം ഇസ്മാണ്. ഇസ്മു എന്ന നാമപദം. അതേപോലെ അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞത് ബിസൽ ഇസ്മു എന്നാണ്. ഇതല്ലാതെ വേറൊരു എക്സാമ്പിൾ പറയും. അതെന്ത് പണിയാ? ഇസ്തു പറഞ്ഞ ഇസ്മു എന്നാണോ? ഇസ്മു എന്നതിന് വേറൊരു എക്സാമ്പിൾ പറയും. എങ്ങനെ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വദ്കുരിസ്മ കണ്ടോ, ഇസ്മ വന്നത്. വദ്കുരിസ്മ റബ്ബിക. വദ്കുർ പ്ലസ് ഇസ്മ കൂട്ടി വായിക്കുമ്പോ വദ്കുരിസ്മ. അപ്പൊ ഇസ്മിന്റെ ഹംസ കളഞ്ഞു. ഇനി വേറൊന്ന് പറയുന്നാല് വെരി ഗുഡ്. ഇഖ്റ ബി പ്ലസ് ഇസ്മി സമം ഇഖ്റ ബിസ്മി. വേറൊന്ന് പറയും.
വമ്രത്തു എന്ന് പറ്റൂല. വമ്രത്തു പിന്നെ ഇസ്മിൽപ്പെട്ട വേറൊന്നല്ലേ. നിങ്ങൾക്ക് ഓടിയില്ല. ഇസ്മിന് ഉദാഹരണം പറയുമ്പോ നിങ്ങൾ 10 ഇസ്മിന്റെ കൂട്ടത്തിൽ ഒന്നാ എടുക്കുന്നത്. അതല്ല ചോദ്യം. 10 ഇസ്മുകളിൽ ഒന്നാമത്തെ ഇസ്മ എന്ന ഇസ്മാണല്ലോ. അതെ അതെ അതെ. മനസ്സിലായില്ലല്ലോ പഠിച്ചോനെ. ഒന്ന് മേലോട്ട് എടുക്കുക യാസർക്ക. ആ 10 ഇസ്മുകൾ ഒന്ന് കാണിക്ക്. 10 ഇസ്മുകൾ ഇതാ. എല്ലാരും നേരത്തെ അർവും അതുപോലെ ഇമ്രാത്തൊക്കെ പറഞ്ഞോട് ശ്രദ്ധിക്കുക. ഇമ്രത്ത് എന്നുള്ളതൊക്കെ ഇസ്മാണെങ്കിലും 10 ഇസ്മുകളിൽ ആദ്യത്തെ ഇസ്മ ഏതാ? ഇസ്മ എന്ന ഇസ്മാണ്. ഇസ്മ എന്ന ഇസ്മാണ് 10 ഇസ്മിൽ ഒന്നാമത്തെ ഇസ്മ. അതിന്റെ കുറെ എക്സാമ്പിളാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് പറഞ്ഞു ബിസ്സൽ ഇസ്മുൽ ഫുസൂഖു, മറ്റൊന്ന് പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക, മറ്റൊന്ന് പറഞ്ഞു തബാറക ഇസ്മു റബ്ബിക, മറ്റൊന്ന് പറഞ്ഞു വദ്കുർ ഇസ്മ റബ്ബിക. വേറെ ഒന്ന് പറഞ്ഞു ബിസ്മി റബ്ബിക. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. മതി. ഇനി ഇസ്നാനി എന്നുള്ളതിന്റെ നോക്കാം. ഇസ്നാനി എന്നത് അവിടെ കള്ളിയിൽ കാണിച്ചു. ഓഫ് ചെയ്യും. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ എന്നോതോ? ഇല്ല ഇല്ല. അതെ അതെ, ഓതൂല. അപ്പൊ അവിടെ ശരിക്കും വാക്ക് ഇസ്ന അഷറ എന്നാണ്. ഇസ്നാനി എന്നുള്ളതിന്റെ നൂന് കളഞ്ഞതാണ്. അത് നോക്കണ്ട, അത് ഗ്രാമറിന്റെ വേറെ വിഷയമാണ്. ഇസ്നാനി അഷറയാണ് ഇസ്ന അഷറയത്. സംഗതി ആള് തന്നെയാണ്. 2 എന്നുള്ള നമ്പറാണ്. 12. ഇസ്ന അഷറ 12. അപ്പൊ ഇസ്ന എന്നുള്ളതിന്റെ ഈ വായനയിൽ ഇല്ല. കഴിഞ്ഞിട്ട് നേരെ സായിലേക്ക് പോണം. അവിടെ എങ്ങനെയാ തഹജ്ജി ചെയ്യാ? ഇസ്മുൽ ജലാലത്തില്ലാഹി ഇൻദല്ലാഹി ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ഇ സാ സുകൂൻ ഇസ് നൂൻ ഫത്ഹ അലിഫ് മദ്ന മത്തബി ഹർകതൻ ഇസ്ന. കൂട്ടി വായിക്കുമ്പോ ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ സാ സുകൂൻ ഇൻദല്ലാഹി 12 ശഹ്റാ. ഇസ്നാനി. ഇനി ഇസ്നത്താനി നോക്കി. ഇസ്നാനിന്റെ സ്ത്രീലിംഗം ഇസ്നത്താനി. അതിന്റെ നീ കളഞ്ഞിട്ടുണ്ട്, കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ്. 10നോട് കൂട്ടുമ്പോ നീ കളഞ്ഞതാണ്. ഫൻഫജറത് മിൻഹു ഇസ്നതാ എന്ന് വായിക്കാതെ ഫൻഫജറത് മിൻഹു ഇസ്നതാ മിൻഹു ഇസ്നതാ മിൻഹു ഹാ ദമ്മഹു മിൻഹു ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ സാ സുകൂൻ മിൻഹു ഇസ്നതാ. അവിടെ പിന്നെ ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ഇ എന്നൊക്കെ വായിക്കാം, കുഴപ്പമൊന്നുമില്ല. കൂട്ടി വായിക്കുമ്പോ ഈ കേൾക്കരുത്. ഇനി ഇബ്ന് മോന് ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് പറയും, ഒന്ന് തഹജ്ജി ലി ഇബ്നിഹി എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോ ലിബ്നിഹി എന്നാ വായിക്കാം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി. ഒന്ന് തഹജ്ജി ഒരാള് ലിബ്നിഹി. യാസർക്കാക്ക് വേണേ പേര് പറയാം. ലിബ്നിഹി. ലാം കസ്റ ലി ഹംസത്തു വസ്ലൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ ഇ ബാ കസ്റ ബാ സാക്കിന മുഖൽക്കല. ബാ സാക്കിന മുക്കൽക്കല ഇബ് നൂൻ കസ്റാനി ഹാ സാക്കിന. ഓക്കെ, ഹാ കസ്റ ഹാ സാക്കിന നിർത്തുകയാണ് സാക്കിന. അപ്പൊ കൂട്ടി വായിക്കി. അതാ പറ്റിച്ചില്ലേ, ഇതുവരെ പറഞ്ഞതൊക്കെ പോയല്ലോ റബ്ബേ. ലി ഇബ്നി എന്ന് പറയാവോ? എന്തൊരു കഷ്ട. ഞാനൊന്ന് ചോറൊന്നുമില്ല എന്നങ്ങ് വിചാരിച്ചാ നിങ്ങൾ തെറ്റിച്ചിട്ട്. ശരിയാക്കില്ലേ? ഓക്കെ. ലി ഇബ്നിഹി എന്ന് വായിക്കരുത്, ലിബ്നിഹി എന്ന് വായിക്കാവൂ. ലിബ്ന് 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 ലിബ്നിഹി. കാരണം ഹംസത്തു വസ്ലാണ്. അപ്പൊ നിങ്ങൾ തഹജ്ജി ചെയ്യുമ്പോൾ അവിടെ നബ്ദഉ ബിഹാ ഈ പറയാതിരുന്നാ മതി.
ലാം കസ്ര ലി ഹംസത്ത് വസ്ലിൻ തസ്ഖുത്ത് വസ്ലൻ എന്നാണ് പറയാ, കൊഴിഞ്ഞു പോകുന്നു. എന്നിട്ട് ബായിലേക്ക് പോവാ, ബാ സാക്കിന ലിബ്നിഹി. ഇനി ഇബ്നത്തിന് നോക്കി, ഇപ്പൊ മറിയമ ഇബ്നത്താന്നാണോ? ആരെ മറ്റൊരാൾ തഹജ് ചെയ്യൂ? ആ പറയൂ. മറിയം അബ്നത്ത എന്നല്ല പറയണ്ടത്. ആ മറിയം ഇബ്നത്താന്നാ വായിക്കുക. ഓക്കെ. പക്ഷെ മറിയം ഇല്ലെങ്കിൽ എങ്ങനെ വായിക്കാം നമ്മള്? മറിയം ഇല്ലെങ്കിൽ ഇബ്നത്ത. ഇബ്നത്ത ഈന്ന് നമ്മൾ കേൾക്കും. നബ്ദഉ ബിഹ. ആ നബ്ദഉ ബിഹ ഈ. കൂട്ടി വായിക്കുമ്പോ ഹംസത്ത് വസ്ലിൻ തസ്ഖുത്ത് വസ്ലൻ. അതെ, കൂട്ടി വായിക്കുമ്പോ ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി, മറ്റേ പറയണമെന്ന് നിർബന്ധമല്ല. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. തിയറി മൊത്തം നമുക്ക് പറയാം, വിരോധമൊന്നുമില്ല. ഓക്കെ. പിന്നെ ബാസാക്കിന മുഖത്തല. മറിയെന്ന് പറഞ്ഞ പോലെ ഓ ഈസബിന് മറിയെന്ന് പറഞ്ഞ മാതിരി. കേട്ടില്ല? ഈസബിന് മറിയം. യെസ്, ഈസബിന് മറിയം. അതാ വേറെ ഉദാഹരണം ഞാൻ സമയക്കുറവുകൊണ്ടാ ചോദിക്കാത്തത്. ഈസബിന് മറിയം, മറിയം അബ്നത്ത, അങ്ങനത്തെ ഒക്കെ അല്ലേ വിടാം. ഇനി അടുത്തത് ഇമ്രഅത്ത്. നോക്കുമ്പോൾ ഇമ്രഅത്ത് വന്നത് കഫറു പ്ലസ് ഇമ്രഅത്ത. എങ്ങനെ കൂട്ടി വായിക്കുമ്പോ? യെസ്, കഫറു എന്നുള്ളത് നിർത്തി. ഇനി അവിടുന്ന് അങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിലോ ഇമ്രഅത്ത. അപ്പൊ നബ്ദഉ ബിഹാ ഇ. അപ്പൊ ഹംസത്ത് വസ്ൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എഴുതൂല, പക്ഷെ തുടക്കത്തിൽ ഉച്ചരിക്കും, കൂട്ടി വായിക്കുമ്പോ ഉണ്ടാവൂല. ഈ കഫറുംറത്ത എന്ന് പറയുമ്പോ ആ കഫറുവിന്റെ അവസാനത്തിലുള്ള ഒരു അലിഫ് മുസ്തദീറും ഉണ്ട്, ലായും തക്ക് അല്ലെ? ആ ലായും തക്ക് ഉണ്ട്. ആ അലിഫും അത് ഉച്ചരിക്കൂല, അത് ഓൾറെഡി ഉച്ചരിക്കൂല നമ്മൾ പറഞ്ഞാണ്. അതല്ലെങ്കിൽ ഉച്ചരിക്കൂലല്ലോ. ആ ഓക്കെ. കഫറു ഇമ്രാത്ത് എന്ന് പറയുമ്പോ അതിന്റെ തേജ് ചെയ്യുമ്പോ പിന്നെ കഫറു കഴിഞ്ഞിട്ട് ഇമ്രാത്തിന്റെ അവിടേക്ക് എത്തുമ്പോ പിന്നെ അലിഫ്, പിന്നെ അലിഫിന്റെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹംസത്ത് വസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മീമ് സുക്കൂനെന്ന് പറയുമ്പോ ഇം എന്ന് പറയണോ? വേണ്ട, നമ്മൾ കൂട്ടി വായിച്ചാൽ മതി. നബ്ദഉ ബിഹ ഇ ആണെങ്കിൽ ഇംറഅത എന്നിട്ട് കൂട്ടി വായിക്കുമ്പോ കഫറുംറഅത. നമുക്ക് തഹജ്ജി പറയുമ്പോഴേ, തഹജ്ജി എന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യമാണ്. നമുക്ക് ആ കാണുന്ന സാധനത്തിന്റെ തിയറി മൊത്തം നമുക്ക് പറയാൻ വേണമെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ ഈ എന്നാണ് ഞാൻ തുടങ്ങുക, കൂട്ടി വായിക്കുമ്പോ ഈ ഉണ്ടാവൂല. ഇതാണ് ഞാൻ പറയണ തഹജ്ജി അല്ലേ നമ്മൾ പറയണേ. അപ്പൊ ഞാൻ തുടങ്ങുമ്പോ എന്ത് ചെയ്യും? ഞാൻ അത് മാത്രം തഹജ്ജി ചെയ്യുമ്പോ ഇമ്രഅത, എന്നിട്ട് കഫറു അതിൽ കൂട്ടുമ്പോ കഫറുംറഅത. അപ്പൊ തിയറി ശരിയായി. പക്ഷെ നിങ്ങൾ പഠിക്കാത്ത വേറെ സാധനം ഉണ്ട്. കഫറു എന്നുള്ള ദീർഘം പോയി പോകുന്നുണ്ട് കേട്ടോ. അത് വായിക്കുമ്പോ അത് പിന്നെ പഠിക്കാം. കഫറൂമ്രഅത്താന്ന് ആരും ഓതാറില്ല, കഫറുംറഅത്താന്ന. ആ വാവ് കളയുന്നുണ്ട്, അത് പിന്നെ പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ മിണ്ടണ്ട, പോവാ. ളറബല്ലാഹു മസലൻ ല്ലേ, ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട് ഇനി ഇമ്രു. നേരത്തെ ഇമ്രഅത്ത് പറഞ്ഞു, ഇനി ഇമ്രു. ഇമ്രു ഈ ആയത്തിൽ വന്നിട്ടുണ്ടോ? ആ കുല്ലുംബ്രിഇൻ, അത് തന്നെയാണ് ഇമ്രു കേട്ടോ. ഇമ്രു എന്നുള്ളത് തന്നെയാണ് ഇംബ്രിഇൻ ആയത്. സെയിം സാധനം തന്നെയാണ്. ഭാഷാപരമായ ഗ്രാമർപരമായ മാറ്റം വന്നേ ഉള്ളൂ. എല്ലാ മനുഷ്യരും എന്നതിന് പുല്ലിംഗം ഉപയോഗിച്ചതാണ് ഇമ്രു. ആണുങ്ങൾ മാത്രമല്ല, ഇതെല്ലാം മനുഷ്യരും എന്നാണ്. അതായത് നേരത്തെ മനുഷ്യന് മനുഷ്യത്തി എന്ന് പറഞ്ഞത്. ഇവിടെ മനുഷ്യൻ ആണും പെണ്ണും. കുല്ലു ഇംബ്രി എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോ കുല്ലുംബ്രിഇൻ. ലാം ശദ്ദ ദമ്മ കുല്ലു, ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലൻ, മീം സാക്കിന കുല്ലുംബ്രിഇൻ. ഓക്കെ. പിന്നെ 10 അല്ല 10 മണി. നമുക്ക് ഇതിൽ ഇവിടെ അവസാനിപ്പിക്കാം. ഈ ആയത്തിലെ കാഴ്ചയിൽ നിങ്ങൾ എത്ര സ്ഥലത്ത് ഹംസത്തുൽ വസ്ൽ കാണുന്നുണ്ട് എന്ന് എണ്ണി പറയും. കാഴ്ചയിൽ, മറ്റ് തിയറി ഒന്നും നോക്കണ്ട. കണ്ടിട്ട് എത്ര ഹംസത്തുൽ വസ്ൽ ഉണ്ട് എന്ന് പറയും.
ആ മതി. 11 ഹംസത്തുൽ വസ്ലുണ്ട്. ബിസ്മി കൂട്ടിക്കുന്നു ചോദിച്ചോ? ബിസ്മിയും കൂട്ടിയിട്ടാണ്. ബിസ്മി കൂട്ടിയിട്ട് 11 പറഞ്ഞു, എന്നാലും തെറ്റാ. 12 ബിസ്മിയിൽ 3 ഉണ്ട്. അല്ല ഉസ്താദ്, സൂറത്ത് ഫുള്ളില്ലല്ലോ. ആ ഫുള്ള് ലെക്ക കാണുന്നിടത്തല്ലേ പറഞ്ഞുള്ളൂ. ബിസ്മി അപ്പൊ കൂടാ 9 ഉണ്ടാവും. 9 ബിസ്മി 9 ഉള്ളൂ. കൂട്ടാതെ 9. അല്ല ബിസ്മി കൂട്ടിയിട്ട് 9 ആയിക്കോട്ടെ, ഉള്ളൂ. ബിസ്മി കൂട്ടാതെ ആണെങ്കിൽ 9 ശരിയാ. ഇഖ്റഇന്റെ ആദ്യത്തില് 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയയാണ്. ഇസ്മിൻ്റെത് ഇസ്മാണ്, ബി പ്ലസ് ഇസ്മാണ് ബിസ്മി. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. പിന്നെ ഓക്കെ ഇവിടെ അവസാനിച്ചു ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇനി ലാമുത്താരീഫിലെ ഹംസയുണ്ട്, അതേപോലെ തന്നെ പിന്നെ 3 അക്ഷരമുള്ള വാക്കിന്റെ കൽപ്പനക്രിയ, 5, 6 അക്ഷരമുള്ള വാക്ക്. സിമ്പിൾ ആണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ തന്നെ വരും ഇൻഷാ അല്ലാഹ്. നമുക്ക് അന്ന് കാണാം. ഇന്നത്തെ ക്ലാസ് ഒരു പകുതിയിലധികം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ മാത്രം ഉച്ചരിക്കുന്ന ഹംസയാണ്, പ്രൊനൗൺസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് എഴുതാറില്ല. ചേർത്ത് വായിക്കുമ്പോൾ ശബ്ദം നഷ്ടപ്പെടുകയും ചെയ്യും. ഹംസത്ത് വസ്ൽ എന്നാൽ എന്തെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ അറബിയിൽ ഒരു ഒറ്റ ചൊല്ലല് ഹംസത്ത് വസ്ലിൻ തസ്ബുത്ത് വസ്ലിൻ നബ്ദഉ ബിഹ അത്ര പറഞ്ഞാൽ മതി. ആ എന്നോ ഈ എന്നോ ഊ എന്നോ തുടങ്ങാവുന്നതാണ്. ഇനി ഇയാളെ എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ, എഴുതി കാണുന്നിടത്ത് മനസ്സിലാവാനാണെങ്കിൽ മുകളിലൊരു അലാമത്ത് ഉണ്ടാവും ഖുർആനിലൊക്കെ. ഇനി അല്ല, അത് എഴുതുമ്പോൾ ഹംസ ഇടണോ ഇടണ്ടേന്ന് തീരുമാനിക്കണമെങ്കിൽ ഹംസത്ത് വസ്ൽ ഏതാന്ന് അറിയണമല്ലോ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി പറയാം. അത് സാധാരണഗതിയിൽ ഒരു വാക്കിൽ, ഒരു സെന്റൻസിൽ ഉണ്ടാകുന്ന ഇസ്മുകളിലും വരും, ഹർഫുകളിലും വരും, ഫേലുകളിലും വരും. ഇസ്മിൽ വരുന്ന ആകെ 10 എണ്ണത്തിലാണ്. അറബിയിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, അതിൽ 10 എണ്ണത്തിൽ മാത്രമേ ഹംസത്ത് വസ്ൽ ഉണ്ടാവൂ. അത് ഇസ്മ്, ഇസ്ത്, ഇസ്നാനി, ഇസ്നത്താനി, ഇബ്ന്, ഇബ്നത്ത്, ഇമ്രു, ഇമ്രഅത്ത്, ഐമുള്ള, ഐമുനുള്ള. ഈ 10 എണ്ണാണ്. ഇതിൽ തന്നെ അള്ളാഹു തൗഫീഖ് കൊണ്ട് 3 എണ്ണം ഖുർആനിൽ വന്നില്ല. ഇസ്തും വന്നില്ല, ഐമുള്ളയും വന്നില്ല, ഐമുനുള്ളയും വന്നില്ല. ബാക്കി 7 എണ്ണം ഖുർആനിലുണ്ട്. അത് 7ഉം വായിക്കുമ്പോൾ മുമ്പത്തെ വാക്കിനോട് ചേർക്കുമ്പോൾ ഈന്ന് കേൾക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ബി പ്ലസ് ഇസ്മ എന്നുള്ളത് ബിസ്മീന്നേ പറയാൻ പാടുള്ളൂ. വ പ്ലസ് ഇമ്രഅത്ത് വമ്രഅത്ത് എന്നേ പറയാൻ പാടുള്ളൂ. കുല്ലു പ്ലസ് ഇമ്രിഇൻ കുല്ലുമ്രിഇന്നേ പറയാൻ പാടുള്ളൂ എന്ന് പറയാവുന്നതാണ്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് പറഞ്ഞുതരൂ എന്നും പറയാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ PDF ഉണ്ടാവില്ലേ? PDF ഉണ്ടാവില്ലേ? തീർച്ചയായും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കട്ടെ. നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആനിനെ ആശയതലത്തിൽ പഠിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കലാമ് തെറ്റുകൂടാതെ വായിക്കണം എന്ന പൂതി കൊണ്ട്, ആഗ്രഹം കൊണ്ട്, അതിന്റെ അക്ഷരങ്ങളുടെ മഹ്റജും അതിന്റെ ശബ്ദങ്ങളും എല്ലാം കൃത്യമായി പഠിച്ച്, അത് ചേർത്ത് വായിക്കുമ്പോഴുള്ള താളരസങ്ങളെ കുറിച്ച് പഠിച്ച്, നല്ല ഭംഗിയായി വൃത്തിയായി അക്ഷരം തെറ്റാതെ മൊഴിയാൻ, വായിക്കാനുള്ള ശ്രമം നടത്തുന്ന നമ്മളെ അള്ളാഹു തീർച്ചയായും പരിഗണിക്കും. പരിഗണിക്കണേ റഹ്മാനായ റബ്ബേ. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. വീണ്ടും ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.